വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടാരറ്റ് എക്സ്പെഡിഷൻ. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഡെസ്റ്റിനി എന്തൊക്കെയാണ് നിങ്ങളുടെ മുന്നിൽ തുറന്നു വെക്കാൻ പോകുന്നത്, ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറുമോ ഇല്ലയോ എന്നതിനെ കുറിച്ചാണ്. അപ്പൊ നിങ്ങളുടെ ആഗ്രഹം എന്താണ് എന്ന് എനിക്കറിയില്ല. നമുക്ക് ഏഞ്ചൽസിനോട് ചോദിച്ചു നോക്കാം. യൂണിവേഴ്സിന് നിങ്ങളുടെ ആഗ്രഹങ്ങൾ തീർച്ചയായിട്ടും അറിയാം. അപ്പൊ അത് സഫലമാകുമോ ഇല്ലയോ, എങ്ങോട്ടേക്കാണ് നിങ്ങളുടെ ഡെസ്റ്റിനി വലിച്ചുകൊണ്ട് പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള റീഡിംഗ് ആണ്. അപ്പോ ഞാനിവിടെ 2 പൈൽ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് പൈൽ ഏസ് ഓഫ് പെന്റക്കിൾസ് ആണ് വെച്ചിട്ടുള്ളത്. സെക്കൻഡ് പൈൽ 8 ഓഫ് പെന്റക്കിൾസ് ആണ് വെച്ചിട്ടുള്ളത്. രണ്ടും ഏകദേശം പ്രൊനൗൺസിയേഷനിൽ സാമ്യമുള്ള കാർഡ്സ് ആണ്. നിങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ കാർഡ് സെലക്ട് ചെയ്യുക. കാരണം നിങ്ങൾ ഏതാണോ സെലക്ട് ചെയ്യുന്നത് അത് തന്നെയാണ് നിങ്ങളുടെ റീഡിംഗ്. ഈ റീഡിംഗില് നിങ്ങൾ ക്രോസ് വാച്ച് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് മറ്റു പൈല് കാണാം, വേറെ ആരുടെയെങ്കിലും ഡെസ്റ്റിനി ഇതായിരിക്കണം എന്ന രീതിയിൽ നിങ്ങളുടെ ലവറിന്റെയോ നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ഒക്കെ ഡെസ്റ്റിനി ഇതാണോ എന്ന രീതിയിൽ നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാം എന്നല്ലാണ്ട് ഇപ്പോ നിങ്ങൾ 8 ഓഫ് പെന്റക്കിൾസ് ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ അത് തന്നെയാണ് നിങ്ങളുടെ റീഡിംഗ്. ഏസ് ഓഫ് പെന്റക്കിൾസ് ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ അത് തന്നെയാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പൊ പൈൽ നമ്പർ 1 ആണോ പൈൽ നമ്പർ 2 ആണോ നിങ്ങളുടെ കാർഡ് എന്ന് വേണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് 30 സെക്കൻഡ് മെഡിറ്റേറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ തിരഞ്ഞെടുക്കുക. എന്നിട്ട് നമുക്ക് റീഡിംഗിലോട്ട് പോവാം. ഓക്കെ, അതുപോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മുടെ ചാനലിൽ മോട്ടിവേഷൻ, ക്രിസ്റ്റൽ ഹീലിംഗ് ആൻഡ് ടാരറ്റ് റീഡിംഗ് ആണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ക്രിസ്റ്റൽസ് അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് റീഡിങ്സ് താല്പര്യമുണ്ട്, നിങ്ങളുടെ പേരിൽ എനർജൈസ്ഡ് ചെയ്ത പോലത്തെ ക്രിസ്റ്റൽസ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിലോ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ടതാണ്. അപ്പോ ഇനി കൂടുതലായിട്ട് ഞാൻ നേടുന്നില്ല. എന്താണ് നിങ്ങളുടെ ഡെസ്റ്റിനി നിങ്ങൾക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ തീരുമാനം എന്താണ് എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഹേ ഗായ്സ്, നിങ്ങൾ പൈൽ നമ്പർ 1 ആയിട്ട് നമ്മുടെ ഏസ് ഓഫ് പെന്റക്കിൾസ് ആണ് എടുത്തിട്ടുള്ളത് എങ്കിൽ എന്താണ് ഡെസ്റ്റിനി അൺഫോൾഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന് നോക്കാം. വീഡിയോ മുഴുവനായി കാണുക, സീരിയസ് ആയിട്ട് എടുക്കുക ഈ പറയുന്ന കാര്യങ്ങൾ. പ്ലീസ് ഗൈഡൻസ്. നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അത് ഭയങ്കര സ്ലോ മോഷനിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിന് ഒരു മാറ്റം വരാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ സംഭവം നിങ്ങൾ ട്രാവൽ ചെയ്യുന്നതായിട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഒരാള് വേഗം ഓടുന്നതായിട്ടാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോ ട്രാവലിംഗ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ എന്റെ അഭിപ്രായത്തില് ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും സ്ഥലം മാറ്റം കിട്ടിപ്പോവുകയോ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും സ്ഥലത്തേക്ക് നിങ്ങൾ പോവുകയോ, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ജോലി പ്രതീക്ഷിച്ചിരിക്കുന്നു, ആ സ്ഥലത്തേക്ക് നിങ്ങൾക്ക് പോകേണ്ടതായിട്ട് വരികയോ, മേ ബി 9 weeks 9 months or 9 days അതിനുള്ളിൽ നിങ്ങൾക്ക് ആ ഒരു സഞ്ചാരം ഉണ്ടാകും, അല്ലെങ്കിൽ ട്രാവലിംഗ് ഉണ്ടാകും എന്ന് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടില് എന്റെ അഭിപ്രായത്തിൽ ഹോം റെനോവേഷൻ, അതായത് പുതിയ വീട് അല്ലെങ്കിൽ പുതുക്കി പണിയുന്നു, അല്ലെങ്കിൽ ജസ്റ്റ് വീടിന്റെ ഫ്രണ്ടിൽ ഒരു എന്തെങ്കിലുമൊക്കെ റെനോവേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു റൂം പിടിക്കുന്നു, അങ്ങനത്തെ ഒരു രീതിയിൽ എനിക്ക് കാണുന്നത്. അതായത് എന്ത് സ്ഥിതിയിലാണോ നിങ്ങൾ നിൽക്കുന്നത് ആ സ്ഥിതിയിൽ നിന്നൊരു ഗ്രോത്ത്, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു സൗകര്യമുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾ മാറുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. മെന്റലിയും നിങ്ങൾ കുറെ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യുന്നതായിട്ട്, അതായത് നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു വ്യത്യാസം വരുന്നുണ്ട്. മെന്റലി ഫിസിക്കലി നിങ്ങൾക്കൊരു വ്യത്യാസം വരുന്നതായിട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ഫാസ്റ്റ് മൂവ്മെന്റ് നിങ്ങളുടെ ലൈഫിലേക്ക് നടക്കുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. ചിലപ്പോൾ ശരിയായിരിക്കാം, നിങ്ങളുടെ ആ ഒരു സ്റ്റാഗ്നന്റ് ആയിട്ട് കിടന്നിരുന്നിട്ടുണ്ടാകാം നിങ്ങളുടെ ആ ഒരു കുറച്ചു കാലങ്ങള്. ആ കുറച്ചു കാലം ആ ഒരു പേഴ്സ് അത് മാറിയിട്ട് പെട്ടെന്നൊരു വേഗത നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ടും, ഒരു മെന്റൽ ക്ലാരിറ്റി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ടും ആണ് കാണുന്നത്. അതായത് നിങ്ങൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ആ ഒരു ന്യൂ ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് എന്നതിനകത്ത് കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് എന്തൊക്കെ അച്ചീവ് ചെയ്യണമോ അതൊന്നും നിങ്ങൾക്ക് കിട്ടാതെ ഉറഞ്ഞു കിടന്നിട്ടുണ്ടായിരിക്കണം. നിങ്ങളുടെ ആ ഒരു ലൈഫ് എന്ന് പറയുന്നത് ഒരു പസിൽ പോലെ കൂട്ടി യോജിപ്പിക്കാൻ പറ്റാത്ത പോലുള്ള ഒരു രീതിയിൽ നിന്നിട്ടുണ്ടായിരിക്കണം. പക്ഷെ അതിനൊരു മാറ്റം വരാൻ പോവുകയാണ്. നിങ്ങളുടെ ഐസൊലേഷൻ എൻഡ് ചെയ്യാൻ പോവുകയാണ്. യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ പോവുകയാണ് എന്നാണ്. കണ്ടോ, ഈ ഒരു സ്ത്രീയെ കണ്ടോ, ഭയങ്കര അബണ്ടന്റ് ആയിട്ടുള്ള വെൽത്തിലും മെന്റലി ക്ലാരിറ്റി, നല്ല റിലേഷൻഷിപ്പ് ഉള്ള ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള
ഒരു ലൈഫിലേക്കാണ് നിങ്ങൾ കുതിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. നിങ്ങളുടെ സാഹചര്യം ഇതായിരുന്നിരിക്കാം, പക്ഷെ നിങ്ങളുടെ ഡെസ്റ്റിനി നിങ്ങളെ കൊണ്ടുപോകുന്നത് ഈ ഒരു സാഹചര്യത്തിലേക്കാണ്. ആൻഡ് ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങളെ ഇവിടെ കൊണ്ടെത്തിക്കും എന്നതാണ് ഈ കാർഡ്സിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും യൂണിവേഴ്സ് ഭയങ്കര സൈലൻസിൽ നിന്നു, പലപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്ന പരാതി നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. പക്ഷെ നിങ്ങളെ യൂണിവേഴ്സ് കൊണ്ടുപോകുന്നത് നല്ല കാര്യങ്ങളിലേക്കാണ്. നിങ്ങളുടെ കർമ്മ എൻഡ് ചെയ്യിപ്പിച്ചിട്ട് നിങ്ങൾക്ക് പോസിറ്റിവിറ്റി, അതായത് ഇനി നിങ്ങൾക്ക് ഒരു താഴ്ചയില്ല, നിങ്ങൾക്ക് ഉയർച്ച മാത്രമേ ഉള്ളൂ എന്ന ഒരു രീതിയിൽ നിങ്ങളെ കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നു. അതുപോലെ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് ഒരു രാജകീയതയെ കാണിക്കുന്നു. സോ നിങ്ങൾക്ക് കരിയറിൽ ഒരു അപ്ലിഫ്റ്റ്മെന്റ് ഉണ്ടാവാനുള്ള സാധ്യതയോ, പൊസിഷനിൽ മുകളിൽ കയറാൻ പറ്റുന്ന ഒരു സാധ്യതയോ, ഈവൻ നിങ്ങൾ പൊളിറ്റീഷ്യൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫെയിം നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഫിലിം ഫീൽഡ് നിങ്ങൾ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു അവസരം കിട്ടുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. കാരണം സഡൻ ചേഞ്ച് ആണ്. അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്കൊരു ഫെയിം ഉണ്ടാകുന്നു, അങ്ങനെയാണ് ഇതിനകത്ത് കാണുന്നത്. യൂണിവേഴ്സിന്റെ പ്ലാൻ എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അതായത് നമ്മളെ ഒരു ഞൊടി ഇടയിൽ നമ്മളെ രാജാവും ഭിക്ഷക്കാരനും ആക്കാൻ സാധിക്കും. നമ്മുടെ കർമ്മ അനുസരിച്ചിട്ടാണ് നമുക്ക് എന്തും കിട്ടുന്നത്. നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിനെ ആസ്പദമാക്കിയാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ അനാവശ്യമായ എന്തെങ്കിലും റിലേഷൻഷിപ്പോ എന്തെങ്കിലും ബാധ്യതകളോ നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനൊരു എൻഡ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ കൂട്ടിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് പറക്കാൻ സാധിക്കും. അതായത് ഈ കൂട് കാണിക്കുന്ന പറഞ്ഞ സംഭവം നിങ്ങൾ എന്തെങ്കിലും ഒരു ലീഗൽ ഇഷ്യൂല്, ഡിവോഴ്സ് അങ്ങനെയുള്ള എന്തെങ്കിലും ലീഗൽ മാറ്റേഴ്സിൽ പെട്ടുകിടക്കുകയാണെങ്കിൽ കണ്ടോ, ഈ പക്ഷി എന്ന് പറയുന്ന ഈ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. ദാറ്റ് മീൻസ് ആ ലീഗൽ ഇഷ്യൂ നിങ്ങൾക്ക് ഫേവറബിൾ ആയി വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരിക്കലും നിങ്ങൾക്ക് ഫേവറബിൾ ആകില്ല. ചിലപ്പോൾ മേ ബി റീഡിങ്സിൽ പോലും പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾക്ക് ഫേവറബിൾ ആകത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് ഫേവറബിൾ ആക്കി തരും ഇവിടെ യൂണിവേഴ്സ്, നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ എന്ന് ഇതിനകത്ത് കാണുന്നുണ്ട്. ഓക്കെ, യെസ്, ഓക്കെ. ആകെ മൊത്തം നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് റെയിൻബോ പോലെ ആയി പോവും, അല്ലെങ്കിൽ ആയി മാറും എന്നാണ്. അതായത് ക്വിക്ക് ചേഞ്ച് ഉണ്ടാകും. എന്തിൽ നിന്ന്? വിഷമങ്ങളിൽ നിന്ന്, സങ്കടങ്ങളിൽ നിന്ന്, ഒറ്റപ്പെടലിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റം വരാൻ പോവുകയാണ് എന്ന് കാണിക്കുന്നുണ്ട്. ആൻഡ് ആ ഒരു ലീഗൽ ബൗണ്ടറീസിൽ നിന്ന് നിങ്ങൾ വിമോചിതരാകുന്നു എന്ന് ഇതിനകത്ത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്കിവിടെ മനസ്സിലാവുന്നത് നിങ്ങൾ ചിലപ്പോ ഗവൺമെന്റ് ജോബിന് വേണ്ടി താല്പര്യപ്പെടുന്നുണ്ട് എങ്കിൽ അതാണ് നിങ്ങളുടെ ഒരു സ്വതന്ത്രത അല്ലെങ്കിൽ ഫ്രീഡം അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങൾക്ക് വിധിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ആ ഒരു ഗവൺമെന്റ് ജോലി നിങ്ങൾക്കത് കിട്ടും എന്ന് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഈ ഇന്റൻസിറ്റിയിൽ നിന്നാണ് പിന്നെയും പറയാൻ തോന്നുന്നത്. ബിക്കോസ് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ടൗണിൽ മാറി താമസിക്കാനുള്ള അല്ലെങ്കിൽ ക്യാപിറ്റൽ സിറ്റിയിലേക്ക് മൂവ് ചെയ്യാൻ പോകുന്നു. അതുപോലെ തന്നെ ലീഗൽ ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണുന്നത് കൊണ്ട് തന്നെ ഒത്തിരി സർക്കാർ ഓഫീസുകളിലേക്ക് സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഗവൺമെന്റ് ജോബ് എന്ന് പറഞ്ഞത്. പോലെ സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ഹെൽത്തും ഫൈനാൻസും ഇംപ്രൂവ് ആകും. നിങ്ങൾ വിചാരിക്കുന്ന ഗോൾസ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ആ ഒരു മൊമെന്റ് ടു മൊമെന്റ് നിങ്ങൾ എൻജോയ് ചെയ്യും. നിങ്ങളുടെ ലൈഫില് സോറോ മാത്രമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് ആണ് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. പ്ലീസ് ഗൈസ്. ഗിൽറ്റ്. എന്റെ അഭിപ്രായത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ശനിയുടെ സമയമായിട്ടുണ്ടായിരുന്നായിരിക്കണം, അല്ലെങ്കിൽ സാറ്റേൺ നിങ്ങളെ വല്ലാണ്ട് സമാധാനം കെടുത്തിയിട്ടുണ്ട്. പക്ഷെ ദ മാസ്റ്റർ കിട്ടിയ കാർഡ് കണ്ടോ, മാസ്റ്റർ. ദാറ്റ് മീൻസ് ആ ഒരു സാറ്റേൺ പ്ലാനറ്റ് പോലും അല്ലെങ്കിൽ ശനി ദശ പോലും നിങ്ങൾക്ക് ഫേവർ ആയിട്ട് വരാൻ പോവുകയാണ് എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. അതുകൊണ്ട് തന്നെ റൺ അവേ അല്ലെങ്കിൽ അലസത അല്ലെങ്കിൽ ഓടിപ്പോകുന്ന പരിപാടി കാണിക്കരുത്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. കാരണം നിങ്ങളെ മുകളിൽ ഒരാൾ വാച്ച് ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾ ചോദിച്ചു, അത് നിങ്ങൾക്ക് ഡിസേർവിംഗ് ആണോ എന്ന പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് എവിടെയാണോ എത്തിച്ചേരേണ്ടത് അവിടെ. കാരണം നമുക്കിപ്പോ ഒരു കാര്യം ഒരാൾ തരണമെങ്കിൽ അത് നമ്മൾ ഡിസേർവിംഗ് ആണോ എന്ന് എന്തായാലും അയാൾ നോക്കും, അല്ലെ? ഡിസേർവിംഗ് അല്ലാത്ത ഒരാൾക്ക് അത് കൊടുത്താൽ കുരങ്ങന്റെ കയ്യിൽ പൂമാല കൊടുക്കുന്നത് പോലെയാണ്. ഓക്കെ,
സോ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക. ബിക്കോസ് നിങ്ങൾ അത് റിസർവ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് അത് സെർവ് ചെയ്യും എന്നാണ് ഇതിനകത്ത് കാണുന്നത്. കാരണം ഡെസ്റ്റിനിക്ക് ഇവിടെ നിങ്ങൾക്കൊരു ഉയർച്ച വേണം എന്നതിനകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ വർക്ക് ചെയ്യുക. പക്ഷെ ഞാൻ പറയാത്തതാണ്, കുറച്ച് ആൾക്കാർക്ക് നിങ്ങൾ വർക്ക് ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ കർമ്മ, നിങ്ങളുടെ പോസിറ്റീവ് കർമ്മ കാരണം നിങ്ങൾക്ക് കരിയറിൽ പുതിയ ഓപ്പർച്യൂണിറ്റി വരാനുള്ള സാധ്യത ഉണ്ടെന്ന് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളെക്കാൾ മുകളിൽ വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ യോഗ്യതയുള്ള വ്യക്തികൾ ഉണ്ടാവും. പക്ഷെ നിങ്ങളുടെ കർമാസ് പോസിറ്റീവ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് കാല് വെക്കാൻ സാധിക്കും എന്ന് കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പുണ്യങ്ങൾ നിങ്ങൾ ചെയ്ത ആ ഒരു ദശയിലേക്ക്, അല്ലെങ്കിൽ ആ സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ദശയിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യുന്നതായിട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ആൻഡ് എനിക്കിവിടെ മനസ്സിലാവുന്ന സോഡിയാക് സൈൻ എന്ന് പറയുന്നത് വെർഗോ എനിക്ക് ഭയങ്കരമായി മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ സാറ്റേൺ, ജെമിനി. ഓക്കെ, സാറ്റേൺ നിങ്ങളെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സാറ്റേണിന്റെ എനർജി നിങ്ങളിൽ ഭയങ്കരമാണ് എന്ന് കാണിക്കുന്നുണ്ട്. വെർഗോ, ജെമിനി, ലിയോ, ലിബ്ര, സ്കോർപ്പിയൻ, ക്യാൻസർ, അക്വാരിസ് ഒക്കെ ഈ ഒരു കൈൻഡ് ഓഫ് ഇതിൽ വരും എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ആൻഡ് ഓൾസോ ഐ തിങ്ക് പൈസസ്. ഓക്കെ, അതായത് മറ്റു വ്യക്തികൾ എന്ന് പറയുന്നത് നിങ്ങളിൽ ജലസി ഉണ്ടാക്കും അവർക്ക്. ഓക്കെ, നിങ്ങൾ എങ്ങനെയാ ഇത്രയും ടോപ്പ് ലെവലിൽ എത്തിപ്പോയത് എന്ന് യൂണിവേഴ്സ് അവരെ കൊണ്ട് ചിന്തിപ്പിക്കും എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. പക്ഷെ അവര് ജലസ് അടിച്ചിട്ടും ഒരു കാര്യവുമില്ല. ബിക്കോസ് നിങ്ങൾ സഹിച്ചത് എന്താണ്, നിങ്ങളുടെ ലൈഫ് എന്താണെന്ന് അവർക്ക് അറിയില്ല, അവർക്കൊട്ടും മനസ്സിലാകാനും പോകുന്നില്ല. ആ പ്രതിസന്ധികളിൽ കൂടെ അവർ പോയിട്ടുമില്ല. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്തോ അതാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങളുടെ പാസ്റ്റ് എന്താണെന്ന് അവർ കണ്ടിട്ടില്ല. സോ ജലസ് അടിച്ച് അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് ബാക്ക് സ്റ്റാബ് ചെയ്ത് അവിടെ ഇരിക്കാനേ അവരെ കൊണ്ട് സാധിക്കുള്ളൂ. അവർക്ക് മുന്നോട്ട് മൂവ്മെന്റ് ഉണ്ടാകില്ല. ഇപ്പൊ നിങ്ങൾ ബിസിനസ് പരമായിട്ടാണ്, ഗവൺമെന്റ് ജോബ് ആണെങ്കിൽ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുമെന്നാണ് പൈൽ നമ്പർ 1 പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ബിസിനസ്സിലാണ്, നിങ്ങൾ ഉയർച്ച ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാകും, റെക്കഗ്നിഷൻ ഉണ്ടാകും, തിരിച്ചറിയപ്പെടും. നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് തിരിച്ചറിയപ്പെടും എന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ പഠിച്ച മേഖലയിൽ തന്നെ ആയിരിക്കില്ല നിങ്ങൾക്ക് ജോലി കിട്ടുന്നുണ്ടാവുക, പക്ഷെ കിട്ടുന്ന ജോലി നല്ലതായിരിക്കും എന്നാണ്. ഏതൊരു സംഭവത്തെയും നിങ്ങൾക്ക് അതിജീവിക്കാൻ സാധിക്കും. യൂണിവേഴ്സ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആണ് തരാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് ഇപ്പോ പറയാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഒരു റീബർത്ത് ആണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളിപ്പോ സമ്പാദിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ നല്ലൊരു അബണ്ടൻസ് ഉണ്ടാകാനുള്ള, ഫിനാൻഷ്യൽ ഫ്ലോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു സാമ്പത്തികം അനുഭവിക്കാനുള്ള ആ ഒരു സാഹചര്യം ഉണ്ടാകില്ല. കാരണം ഇപ്പൊ നിങ്ങൾ വളരെയധികം റഷിലും കുറച്ചൊക്കെ മെന്റൽ പ്രഷറും വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നിങ്ങൾ സമ്പാദിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും എന്ന് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾ അച്ചീവ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഡെസ്റ്റിനി അത് നിങ്ങൾക്ക് കൊണ്ടുതരും. മറ്റുള്ളവർ ജലസ് ആയി പോകുന്ന രീതിയിൽ അയ്യോ ഇതൊക്കെ എങ്ങനെ സാധിച്ചു എന്ന രീതിയിൽ അവർ പറയും, അല്ലെങ്കിൽ അവർ മുഖത്ത് വിരൽ വെച്ച് പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ യൂണിവേഴ്സിനെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പലപ്പോഴും നിങ്ങൾ അല്ലെങ്കിൽ തന്നെ നിങ്ങളെ യൂണിവേഴ്സ് കൈപിടിച്ച് ഉയർത്തുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നിങ്ങൾ ഒരു ഉയർന്ന സ്ഥാനത്ത് എത്തുമ്പോൾ അമിതമായി ഈഗോ കാണിക്കുന്നുണ്ട്. ആൻഡ് അത് നിങ്ങളുടെ ഫാമിലിയുടെ മനസ്സമാധാനം കെടുത്തുന്നുണ്ട് എന്ന് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇത് എത്ര ആൾക്കാർക്ക് റെസൊണേറ്റ് ആകുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ തിരിച്ച് നിങ്ങൾക്ക് വലിയൊരു അടി കിട്ടും. അതായത് യൂണിവേഴ്സ് നിങ്ങളടുത്ത് പറയുന്നത് ഹമ്പിൾ ആയിരിക്കൂ, ഹ്യൂമാനിറ്റി കാണിക്കൂ എന്നതാണ്. ഈ 2 കാര്യങ്ങളും നിങ്ങൾ മറന്ന് നിങ്ങൾ വലുതാകാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഉള്ളതും കൂടി ഇല്ലാതായി പോകും എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ ഇതിനകത്തുള്ളതായിട്ട് എനിക്ക് കാണുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദിസ് കാർഡ്. ഓക്കെ, angels please guide us. ചേഞ്ച്. യെസ്, ഇവിടെ ഒരു തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ചേഞ്ച് വരുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. ആൻഡ് എന്റെ അഭിപ്രായത്തിൽ ഭയങ്കര അതോറിറ്റി ഉള്ളൊരു വ്യക്തിയെ നിങ്ങൾ കാണാനും ആ വ്യക്തിയുമായിട്ട് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി പങ്കുവെക്കാനുമുള്ള സാധ്യത ഉള്ളതായി കാണുന്നുണ്ട്. ഇല്ലെങ്കിൽ മേ ബി നിങ്ങൾ സിംഗിൾസ് ആണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ വളരെയധികം അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള സിംഗിങ്ങിനും ആർട്സിനും ഒക്കെ ആക്ടിങ്ങിനും ഒക്കെ ക്രിയേറ്റിവിറ്റി ഒക്കെ നല്ല രീതിയിലുള്ള ഒരു വ്യക്തി ആയിരിക്കാം നിങ്ങളുടെ പാർട്ട്ണർ എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടി മച്ച് മോർ എഫേർട്ട് കൊടുക്കുക. അതായത്
ഉറങ്ങാൻ ശ്രമിക്കുക. കാരണം പണ്ടുള്ളവർ പറയുന്നത് പോലെ നമ്മൾ നേരത്തെ കിടന്നുറങ്ങുകയാണെങ്കിൽ നമുക്ക് നെഗറ്റീവ് തോട്ട്സും ഡിപ്രഷനും ഒന്നും ഉണ്ടാവത്തില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഈ നെഗറ്റീവ് തോട്ട്സ് ചിന്തിക്കാനുള്ള സമയം കാണില്ല. നമ്മൾ ആ രാവിലത്തെ പോസിറ്റീവ് എനർജിയിൽ ഇതൊക്കെ മറന്ന് നമ്മുടെ ഓട്ടം സ്റ്റാർട്ട് ചെയ്യും അല്ലെ. രാത്രിയാണ് നമ്മൾ ഈ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിൽ മൂഡിലേക്ക് പോകുന്നത്, അമിതമായ അനാവശ്യ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പൊ ഈ രാത്രിയിലെ ഈ ഒരു ഉറക്കം എഴുന്നേറ്റിരിക്കുന്ന പരിപാടി, ഫോണിൽ നോക്കുന്ന പരിപാടി നിർത്തിയിട്ട് നിങ്ങൾ നേരത്തെ കിടന്നുറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിപ്രഷൻ ഉണ്ടെങ്കിലും മാറിക്കിട്ടും. അനാവശ്യ നെഗറ്റീവ് തോട്ട്സും രാത്രി എഴുന്നേറ്റിരുന്നുള്ള ഈ ഒരു കരച്ചിലും ടെൻഷനും വെപ്രാളവും ഒക്കെ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. നേരത്തെ ഉറങ്ങി നോക്കാൻ പറയുന്നുണ്ട്. അപ്പൊ ഇത് എത്ര ആൾക്കാർക്ക് റെസൊണേറ്റ് ആകുമെന്ന് എനിക്കറിയില്ല. പക്ഷെ റെസൊണേറ്റ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക, താഴെ കമന്റിൽ ക്ലെയിം ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇംപ്രൂവ്മെന്റ് ഉണ്ടാകും. ഓക്കെ, നിങ്ങൾക്ക് ഒരു പ്രൊമോഷൻ സോൺ ഉണ്ട്. അതായത് ഇംപ്രൂവ്മെന്റ് മുകളിലേക്കാണ് ഇംപ്രൂവ്മെന്റ് ഉള്ളത്. നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് എൻട്രൻസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ള ഒരു റെപ്യൂട്ടേഷൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. അതുപോലെ തന്നെ റിബൽ ആയിട്ടുള്ള വ്യക്തി ആയിട്ടാണ് നിങ്ങൾ മാറാൻ ശ്രമിക്കുന്നതെങ്കിൽ ചേഞ്ച് ചെയ്യുക. അത് കൊള്ളില്ല. ബിക്കോസ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ആ ഒരു ജലസ് ആയിട്ടുള്ള വ്യക്തികളല്ല, വളരെ നൈസ് ആയിട്ടുള്ള നിങ്ങളുടെ നല്ല സൈഡ് കാണുന്ന വ്യക്തികളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നതെന്നാണ് ഇതിനകത്ത് കാണുന്നത്. അതുപോലെ ലാസ്റ്റ് ഒരു പോയിന്റും കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഈ ഒരു പേഴ്സണും ഭയങ്കരമായ കട്ടിയുള്ള ഹെയർ കാണുന്നുണ്ടല്ലേ. സോ എന്റെ മനസ്സിൽ എനിക്ക് ഫീൽ ചെയ്താണ് നിങ്ങൾ ഇപ്പോ ഹെയർ കെയർ അല്ലെങ്കിൽ സ്കിൻ കെയർ പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ഇംപ്രൂവ്മെന്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇംപ്രൂവ് ആകും എന്ന് അതിനകത്ത് കാണുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഏറിയസ് സൈനും ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് സജറ്റേറിയസും സ്കോർപിയോ അതും ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ആയിട്ടും സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പേഴ്സണലൈസ്ഡ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇന്നൊരു വീഡിയോ ആയിട്ട് കാണാൻ ബൈ. ഹായ് ഗായ്സ്, അപ്പൊ നിങ്ങൾ സെക്കൻഡ് പൈലാണ് നമ്മുടെ 8 ഓഫ് പെന്റിക്കിൾസ് ആണ് എടുത്തിട്ടുള്ളത് എങ്കിൽ നിങ്ങളുടെ റീഡിംഗ് എന്താണ്, നിങ്ങളുടെ ഡെസ്റ്റിനി എന്തൊക്കെയാണ് നിങ്ങൾക്ക് വഴികാട്ടി തരുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, angels please guide us, pile number 2. Angels please guide us, pile number 2. Angels please guide us. Okay, 10 of swords. അതായത് നിങ്ങൾ പൂർണ്ണമായിട്ടും യൂണിവേഴ്സിൽ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ വിശ്വാസം പോരാ, അല്ലെങ്കിൽ നിങ്ങൾ പ്രതിസന്ധിയിലാണ്, നിങ്ങൾക്ക് ഫെയ്ത്ത് ഇല്ല യൂണിവേഴ്സിനോട്. ദിസ് ഇസ് ദ ലാസ്റ്റ് ചാൻസ്. ഇനി ഞാൻ യൂണിവേഴ്സിന് ചാൻസ് കൊടുക്കത്തില്ല. ആ ഒരു കൈൻഡ് ഓഫ് രീതിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇതെനിക്ക് കിട്ടിയേ പറ്റൂ, കിട്ടില്ലെങ്കിൽ ഞാൻ മിണ്ടത്തില്ല, ആ ഒരു കൈൻഡ് ഓഫ് എനർജിയിലാണോ നിങ്ങൾ നിൽക്കുന്നത്? നിങ്ങൾക്ക് ഫെയ്ത്ത് ഉണ്ടായിരിക്കണം ഡിവൈനിനോട്, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വളരാൻ പറ്റൂ. അതുമായി ഞാൻ ഒരു കാര്യം പറയാം, സംശയാസ്മതമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. നത്തിങ്. ഞാൻ എഴുതി തരുന്ന നിങ്ങൾക്ക് ഒന്നും കിട്ടത്തില്ല. നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ മാത്രമേ കിട്ടൂ. നിങ്ങൾ പോസിറ്റീവായി ചിന്തിക്കുകയാണെങ്കിലേ നിങ്ങളുടെ ലൈഫിൽ പോസിറ്റിവിറ്റി വരൂ. നിങ്ങൾ ഒരാഴ്ച നെഗറ്റീവ് ചിന്തിച്ചു നോക്ക്, പിറ്റേ ആഴ്ച മുഴുവൻ നെഗറ്റീവ് ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത്. അല്ല, ഓൾറെഡി നിങ്ങൾ നെഗറ്റീവ് ആണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയൊരു നെഗറ്റിവിറ്റി കൊണ്ടുവരേണ്ടത്, ഒരാഴ്ച കഷ്ടപ്പെട്ട് നെഗറ്റീവ് ചിന്തിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. നിങ്ങൾ പോസിറ്റീവ് ചിന്തിച്ചു നോക്കൂ, അപ്പൊ നിങ്ങളുടെ തോട്ട് മാറും. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ വരുന്ന പ്രതിസന്ധി പോലും നിങ്ങൾക്ക് അത് പോസിറ്റീവ് ആക്കി മാറ്റാൻ സാധിക്കും. ഓക്കെ, എന്തൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നടന്നാലും അതിനൊക്കെ ഒരു ഗുഡ് റീസൺ ഉണ്ട്, ഒരു ഗുഡ് വശമുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുന്നത്. ആരുടെ ജീവിതത്തിലാണ് പ്രശ്നമില്ലാത്തത്? മനുഷ്യന് പൈസ കൂടുന്തോറും ആഗ്രഹങ്ങൾ കൂടിക്കൊണ്ടിരിക്കത്തുള്ളൂ, അവൻ ഒരിക്കലും തികയത്തില്ല. അതാണ് മനുഷ്യന്റെ സ്വഭാവം എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിൽ നിങ്ങൾ എൻ്റർ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ നിന്നൊരു കൈൻഡ് ഓഫ് മോചനം, ഈ ഒരു മെറ്റീരിയലിസ്റ്റിക് ഗെയിനുകളിൽ നിന്നൊരു അഡിക്ഷൻ നിങ്ങൾക്ക് മാറുകയുള്ളൂ. ഓക്കെ, അതുകൊണ്ട് വിശ്വസിക്കൂ ഡിവൈനിൽ, എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവുക. നിങ്ങളുടെ ആഗ്രഹങ്ങളൊന്നും ചിലപ്പോൾ സഫലമാകുന്നുണ്ടായിരിക്കില്ല. റിപ്പീറ്റഡ്ലി നിങ്ങൾ ഈ ഒരു എനർജിയിൽ തന്നെ നിൽക്കുന്നെന്നാണ് കാണുന്നത്. സെയിം ഇഷ്യൂ പിന്നെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് കാണുന്നത്. പക്ഷെ മനസ്സിലാക്കുക, അതെല്ലാം ഒരു നല്ലതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ,
ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കരുത് യൂണിവേഴ്സ് നിങ്ങളെ സഹായിക്കില്ല, നിങ്ങളെ കൈവിട്ടു എന്നൊരിക്കലും ചിന്തിക്കരുത്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ അങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷെ അല്ല, ഡിവൈൻ നിങ്ങളുടെ കൈ പിടിച്ചിട്ടുണ്ട്. ഓൾവേസ് ഡിവൈൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങളെ ടേക്ക് കെയർ ചെയ്യാനുള്ള ഇൻട്രസ്റ്റും ഡിവൈൻ്റെ കയ്യിലുണ്ട്. സോ ഒരിക്കലും ഡിവൈനെ തള്ളി പറയരുത്. ബിക്കോസ് നിങ്ങളുടെ ഹയർ കോൺഷ്യസ്നെസ്സിനെ അറിയാം പല കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചേരുന്നുണ്ട്, അല്ലെങ്കിൽ അത് വരുന്നുണ്ട്. യു വിൽ ഗെറ്റ് ദാറ്റ്. ഓക്കെ, ശരിയായിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ ഡീൽ ചെയ്യുന്ന പേഴ്സൺ അല്ലെങ്കിൽ ഡീൽ ചെയ്യുന്ന റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ വളരെ മോശമായിരിക്കാം. എന്താണ് നിങ്ങളുടെ സൈക്കിൾ എങ്കിലും യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യൂ, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമെന്നാണ് യൂണിവേഴ്സിനകത്ത് പറയുന്നത്. ഈ ഒരു അബണ്ടൻസ്, ആ ഒരു ന്യൂ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ അടുത്തേക്ക് ഫ്ലോ ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾ വിശ്വസിക്കണം. ഇത്രയും വിശ്വാസം പോരാ, അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം കളത്രയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ജനുവിൻലി വിശ്വസിക്കുന്നില്ല, എന്നാലൊന്ന് ചെയ്ത് നോക്കാം എന്ന അഭിപ്രായത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. സോ നിങ്ങൾ നിങ്ങളുടെ തോട്ട് പ്രോസസ് മാറ്റുക, നിങ്ങളുടെ ചിന്താഗതി മാറ്റുക. നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ പോരാ, നിങ്ങൾ എന്നിട്ട് നിങ്ങൾ സ്പിരിച്വൽ ആണ് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അല്ല, മച്ച് മോർ കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എനിക്ക് മനസ്സിലാവുന്ന എന്താന്ന് വെച്ചാല് നിങ്ങളുടെ ചുറ്റുമുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കാൻ താല്പര്യപ്പെടുന്നവരാണ്. നിങ്ങൾക്കൊന്നുമില്ലെങ്കിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. കാരണം നിങ്ങളുടെ കൂടെയുള്ള എല്ലാവരും എനർജിയെ വലിച്ചെടുക്കുന്ന എനർജി വാമ്പയേഴ്സ് ആണ്. അതുപോലെ നിങ്ങളുടെ വീട്ടിലുള്ള പല 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 സ്റ്റഫ്സും ഉണ്ട്, പല 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 സാധനങ്ങളുമുണ്ട്. ആ സാധനങ്ങളെല്ലാം നിങ്ങളുടെ എനർജി വലിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് നിങ്ങളെ ബ്ലാങ്ക് ആക്കുകയാണ് എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. അത് നിങ്ങളുടെ വീട്ടിലുള്ള ആവശ്യമില്ലാത്ത സാധനങ്ങൾ പോലും നിങ്ങളുടെ എനർജി സക്ക് ചെയ്തെടുക്കും, നിങ്ങൾക്ക് ലേസിനെസ് ഉണ്ടാക്കുമെന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ടോക്സിക് ആയിട്ടുള്ള വ്യക്തികളെയും ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങളെയും നിങ്ങളുടെ വീട്ടിൽ നിന്ന് മാറ്റുക. നിങ്ങളുടെ വീട്ടിൽ അനാവശ്യമായിട്ട് ആരെങ്കിലും ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ദൈവത്തിന്റെയോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ രൂപങ്ങൾ ഉണ്ടെങ്കിൽ ദയവേത് അത് മേടിക്കാതിരിക്കുക. അങ്ങനത്തെ കാരണം ഒരു വ്യക്തി പോസിറ്റീവ് ആണെന്ന് നമുക്ക് പുറമേ തോന്നും, പക്ഷെ ഉള്ളിലെ ആ വ്യക്തി ചിലപ്പോൾ നമുക്ക് ടോക്സിക് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് ട്രസ്റ്റഡ് ആയിട്ടുള്ള നമ്മളെ വിശ്വാസമുള്ള അല്ലെങ്കിൽ നമ്മളെ മെച്ചപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ അടുത്ത് മാത്രം സാധനങ്ങൾ മേടിക്കുക. അല്ലാതെ ഇങ്ങനെ ഐഡൽസ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും മേടിക്കാതിരിക്കുക എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ബിക്കോസ് നിങ്ങളുടെ റൂമില് അല്ലെങ്കിൽ വീട്ടിലുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ എനർജി സക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സോളിന് അവസാനം ഫുഡ് ഇല്ലാതാവുകയാണ്. കാരണം ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പൊ നമുക്കൊരു വണ്ടിയുണ്ട്, ആ വണ്ടിക്ക് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ പിന്നെ അതിനെ റീഫിൽ ചെയ്യണം അല്ലെ, പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ നമ്മൾ അടിക്കണം, അല്ലെങ്കിൽ ഇന്നത്തെ ആധുനികമായിട്ടുള്ള കാര്യം പറഞ്ഞാൽ നമ്മൾ ചാർജ് ചെയ്യണം, ഇലക്ട്രിക് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ വാട്ട് എവർ ആ ഒരു വണ്ടിക്ക് തിരിച്ച് എനർജി ഗെയിൻ ചെയ്യാനുള്ള സംഭവം അത് നമ്മൾ ചെയ്തു കൊടുത്താൽ മാത്രമേ പിന്നെയും ആ വണ്ടി മുന്നോട്ട് നീങ്ങുള്ളൂ. അതുപോലെ നമ്മുടെ സോൾ എന്ന് പറയുന്ന സോളിനും ഫുഡ് വേണം. സോളിന്റെ ഫുഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് എനർജിയാണ്, സ്പിരിച്വാലിറ്റി ആണ്. അപ്പൊ ആ ഒരു രംഗത്തേക്ക് നിങ്ങൾ പോകുന്നില്ല, നിങ്ങൾ ഡിസ്കണക്ട് ആവുകയാണെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ ഈ പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്ക് യാതൊരുവിധ ഗെയിനും ഉണ്ടാകത്തില്ല എന്നതാണ് കാണുന്നത്. നിങ്ങൾക്ക് ഗെയിൻ ഉണ്ടാവണമെങ്കിൽ, നിങ്ങൾക്ക് ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാറണമെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ മെന്റാലിറ്റി മാറ്റുക, എന്നിട്ട് സ്പിരിച്വാലിറ്റിയിലേക്ക് പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ ടോക്സിക് ആണെന്ന് പറയുന്ന വ്യക്തികളെ നിങ്ങൾ മാറ്റി നിർത്തുക. കാരണം ടോക്സിക് ആയിട്ടുള്ള വ്യക്തികൾ നമ്മുടെ കയ്യിൽ നിന്ന് എനർജി മേടിച്ചു കൊണ്ടുപോകും അല്ലെങ്കിൽ സക്ക് ചെയ്തെടുക്കുന്നതല്ലാതെ നമുക്ക് അവരിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാവില്ല. അപ്പൊ ജീവിതത്തിൽ അങ്ങനെ ഗുണമില്ലാത്ത വ്യക്തികളെ നമ്മുടെ സൈഡിൽ നിർത്തിയിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ആൻഡ് ഇവിടെ പല കാര്യങ്ങളും എൻഡ് ആകുന്ന പോലെയാണ് കാണുന്നത്. എക്സ്പെഷ്യലി കരിയറിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു എൻഡ്, നിങ്ങളുടെ കരിയറിൽ ഒരു എൻഡ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആഫ്റ്റർ ദാറ്റ് ആയിരിക്കാം നിങ്ങൾക്ക് ആ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുക. അനാവശ്യമായിട്ട് ജഡ്ജ്മെന്റ്, അനാവശ്യമായിട്ടുള്ള കുറ്റപ്പെടുത്തലുകൾ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സംതിങ് ഇസ് ഗോണ എൻഡ്. റിലേഷൻഷിപ്പ് ആയിരിക്കാം, ചിലപ്പോൾ കരിയർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോബ് ആയിരിക്കാം, എല്ലാം എൻഡ് ആകുന്ന, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എൻഡ് ആയി പോകുന്ന, അല്ലെങ്കിൽ ഇടയ്ക്ക് സ്റ്റോപ്പ് ആയി പോകുന്ന, അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ തിരിച്ചു വരുന്ന ആ ഒരു സാഹചര്യം ഇതിനകത്ത് കാണുന്നുണ്ട്. എന്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ ചുറ്റും ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പക്ഷെ നിങ്ങൾ കിട്ടിയതിൽ തന്നെ തൂങ്ങിക്കിടക്കുകയാണ്, നല്ല ഓപ്പർച്യൂണിറ്റീസിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ് ഇതിനകത്ത് കാണുന്നത്. പക്ഷെ ഡെസ്റ്റിനി പറയുന്നത് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് മുന്നിൽ നിൽക്കുന്നതിൽ ഏതാണ് ബെസ്റ്റ് എന്ന് നോക്കി തിരഞ്ഞെടുക്കുക, കിട്ടിയതിൽ തൂങ്ങിക്കിടക്കാതെ എന്നാണ് ഡെസ്റ്റിനി നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു റീബർത്തിന് ശേഷമാണ് നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാൻ സാധിക്കുക. അതുവരെ നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് 9 of Swords എനർജി, അതായത് വിഷമം, പെയിൻ, ഗിൽട്ട്, വേദന,
അങ്ങനെയുള്ള രീതിയിലേ നിൽക്കത്തുള്ളൂ. അതായത് നിങ്ങളുടെ കരിയർ സെറ്റ് ആവുക, നിങ്ങളുടെ ടോക്സിക് പേഴ്സൺസിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് റിമൂവ് ചെയ്യുക, ടോക്സിക് ആയിട്ടുള്ള മെറ്റീരിയൽ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതിനെ എടുത്ത് കളയുക എന്നതാണ് യൂണിവേഴ്സ് പറയുന്നത്. അതായത് ടോട്ടലി നിങ്ങൾ നിൽക്കുന്നത് ഒരു അന്ധകാരത്തിലാണ്, പൈൽ നമ്പർ 2. അപ്പോ നിങ്ങൾക്ക് വേണമെന്നുള്ള കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളൊരു ബുദ്ധിമുട്ടിലേക്കായിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി റിലേഷൻഷിപ്പ് നിങ്ങൾ ഇംപ്രൂവ് ചെയ്യുക. കാരണം എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ഉണ്ടാകത്തുള്ളൂ. നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റാൻ ശ്രമിക്കുക, മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവുക. ഏത് പ്രതിസന്ധിയിലും നിങ്ങളുടെ വീട്ടുകാരെ നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ. സോ അവർക്ക് വിരുദ്ധമായി നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെയുമില്ല ഇവിടെയും ഇല്ലാതായി പോകുമെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. അതുപോലെ എന്റെ അഭിപ്രായത്തില് ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ചീറ്റിംഗ് കിട്ടാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് ചീറ്റിംഗ് കിട്ടിയിട്ടുണ്ട് എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ലവും റെസ്പെക്റ്റും അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ കിട്ടും. പക്ഷെ ആദ്യം നിങ്ങളുടെ ജീവിതത്തിലുള്ള ടോക്സിക് ആയിട്ടുള്ള വ്യക്തിയെ നിങ്ങൾ പറഞ്ഞു വിടണം എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങൾ, ദാറ്റ് മീൻസ് വസ്തുക്കൾ, വ്യക്തികൾ ഒക്കെയുണ്ട്. അത് റിമൂവ് ചെയ്യാതെ നിങ്ങൾക്കൊരു മോചനം ഉണ്ടാവില്ല. നിങ്ങൾ വിചാരിക്കും ഞാനിനി എന്താ ചെയ്യേണ്ടതെന്ന്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ: നിങ്ങളുടെ ജീവിതത്തിലെ ടോക്സിക് ആയിട്ടുള്ള വ്യക്തികളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക, അവരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കാതിരിക്കുക. ഓക്കെ, യെസ്, എംപറർ. നിങ്ങൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ പാസ്റ്റിനെ നിങ്ങൾ പുഴയിൽ ഒഴുക്കി കളഞ്ഞിട്ട് വരിക. ഇല്ലെങ്കിൽ ഇറ്റ്സ് കൈൻഡ് ഓഫ് ഒരു റിഫ്രഷിംഗ് ആയിട്ട് നിങ്ങൾ ഒരു ടൂറോ എന്തെങ്കിലും ഒക്കെ പോകുക. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക. യൂണിവേഴ്സും പറയുന്നത് തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ കൂടുതലാണ് എന്നതാണ്. അതിപ്പോ റിലേഷൻഷിപ്പിലാണെങ്കിലും കരിയറിലാണെങ്കിലും എന്തിലാണെങ്കിലും കൂടുതലാണ് എന്നതാണ് ഇതിനകത്ത് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കോൺഫ്ലിക്റ്റുകൾ വരുന്നത് എന്നും ഇതിനകത്ത് കാണുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ സിംഗിൾ ആണ്, നിങ്ങൾക്ക് മിങ്കിൾ ആവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എംപറർ എനർജിയിലുള്ള പേഴ്സണെയാണ് കിട്ടാൻ പോകുന്നത്. കുറച്ചൊക്കെ ഹെഡ് വെയിറ്റ് ഉള്ള വ്യക്തിയായിരിക്കും, പക്ഷെ ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് കാണുന്നുണ്ട്. അതിനിപ്പോ നിങ്ങൾ സിംഗിൾസ് ആണ് എങ്കിൽ നിങ്ങൾക്ക് പുതിയ പുതിയ ഫ്രണ്ട്സിനെ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ന്യൂ റിലേഷൻഷിപ്സ്, ന്യൂ ഫ്രണ്ട്ഷിപ്സ് വരാനുള്ള സാധ്യതയുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഒരു പോസിറ്റീവ് മൈൻഡിലേക്ക് നിങ്ങൾ മാറുക, പോസിറ്റീവ് അറ്റ്മോസ്ഫിയറിലേക്ക് നിങ്ങൾ മാറുക. അതുപോലെ തന്നെ ആവശ്യമുള്ളിടത്ത് മാത്രം ഹ്യൂമാനിറ്റി കാണിച്ചാൽ മതി. അമിതമായി മറ്റുള്ള ആളെ സഹായിക്കാൻ പോകേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അതുപോലെ സ്വന്തം ഹെൽത്തില് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ലൈഫ് കുറച്ചും കൂടി ഡിസിപ്ലിൻഡ് ആക്കുക. മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുന്നതിനേക്കാളും തനിക്ക് വേണ്ടി ജീവിക്കുക. എന്നാൽ പോസിറ്റിവിറ്റി നിങ്ങളെ തേടി വരും. സോ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്, ഫയൽ നമ്പർ 2, സ്പിരിച്വാലിറ്റിയിൽ ശ്രദ്ധിക്കുക. നിങ്ങൾ അത് ശ്രദ്ധിച്ചേ പറ്റുകയുള്ളൂ. ടോക്സിക് ആയിട്ടുള്ള വ്യക്തികളെ റിമൂവ് ചെയ്യുക ലൈഫിൽ നിന്ന്. വീട്ടിൽ നിങ്ങൾ എപ്പോഴും ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ള സംഭവം പാലിക്കുക. അതുപോലെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്, എയർ എനർജി, വാട്ടർ എനർജി, എർത്ത് എനർജി നിങ്ങൾ ബാലൻസ് ചെയ്തേ പറ്റുകയുള്ളൂ. ഓക്കെ, എർത്ത് എനർജി, എയർ എനർജി, വാട്ടർ എനർജി സോ മച്ച് ഇമ്പോർട്ടന്റ്, ആൻഡ് ഓൾസോ ഫയർ എനർജി. ഇത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ബാലൻസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം മാറ്റമുണ്ടാവും. എയർ എനർജി മീൻസ് ജനലും വാതിലും തുറന്നിടുക. അതുപോലെ തന്നെ വാട്ടർ എനർജി നമുക്ക് വീട്ടിനകത്ത് വെള്ളത്തിൽ കുറച്ച് പൂവൊക്കെ ഇട്ട് വെക്കാം. അല്ലെങ്കിൽ ചില ആൾക്കാർ ചെയ്യില്ലേ, വീട്ടില് വെള്ളത്തിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് പൂവ്, ഫ്രഷ് ഫ്ലവേഴ്സ് മേടിച്ചു വെക്കുക. അങ്ങനെ നമുക്ക് വാട്ടർ എനർജി കൊണ്ടുവരാം. അതുപോലെ തന്നെ ക്യാൻഡിൽസ് കത്തിച്ച് നമുക്ക് ഫയർ എനർജി കൊണ്ടുവരാം വീട്ടില്. അതുപോലെ തന്നെ പ്ലാന്റ്സിനെ വീട്ടിനകത്ത്, ഇൻഡോർ പ്ലാന്റ്സിനെ കീപ്പ് ചെയ്യുക, അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. അങ്ങനെ നമ്മുടെ വീട്ടിനകത്ത് നമുക്ക് എർത്ത് എനർജി കൊണ്ടുവരാം. ഇങ്ങനെ നിങ്ങളുടെ വീട് ഇറ്റ്സ് കൈൻഡ് ഓഫ് ഹെവൻ ആക്കി മാറ്റുക. ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങളെ എടുത്തു കളയുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങളുടെ ഡെസ്റ്റിനിയുടെ പ്ലാൻ. നിങ്ങളുടെ ഡെസ്റ്റിനി പ്ലാനിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരണം. ട്രമെൻഡസ് അബണ്ടൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെങ്കിൽ ഈ പാത്ത് നിങ്ങൾ സ്വീകരിക്കൂ. പാൽ നമ്പർ 2 എന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബെനിഫിറ്റ് ഉണ്ടാകും. പക്ഷെ പുറമെ കപടത്തരം വെച്ചിട്ട് ഫ്രണ്ടിൽ ഒരു കാര്യം ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ ആത്മാർത്ഥമായി ചെയ്യൂ, നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇതൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ലെസൺസ് അവർ പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ ലൈഫ് കുറച്ചും കൂടി എളുപ്പമാകും. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രവൃത്തി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിന്റെ കർമ്മ നിങ്ങൾക്കും കിട്ടുമെന്ന് മനസ്സിലാക്കുക. സോ പോസിറ്റീവ് ആയിട്ടിരിക്കുക, എല്ലാവരും മോട്ടിവേറ്റഡ് ആക്കി വെക്കുക. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഫർദർ മോർ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിലോ എഴുതി കാണിക്കുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബൈ ബൈ.